കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനിറങ്ങാനൊരുങ്ങി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. എന്നാൽ പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോവില്ലെന്നാണ് അച്ചു വ്യക്തമാക്കുന്നത്. അവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി തന്റെ ബാല്യകാല സുഹൃത്താണെന്നും അദ്ദേഹത്തിനെതിരെ പ്രചരണത്തിനിറങ്ങാൻ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് പറയുന്നത്. അതേസമയം വടകരയിൽ ഷാഫി പറമ്പിലിന് വേണ്ടി പ്രചരണത്തിനിറങ്ങും. ഷാഫി വ്യക്തിപരമായി തന്നെ ക്ഷണിച്ചിരുന്നു. ഒപ്പം കോട്ടയം, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. ഇതിനു പുറമെ സംസ്ഥാന നേതൃത്വവും പ്രചരണത്തിനിറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ ഓർമ്മയിൽ ഇല്ലാത്ത ആദ്യ പൊതു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളം മുഴുവൻ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി ഓടി നടക്കുന്ന അപ്പയാണ് ഇപ്പോഴും മനസ്സിലുള്ളത്. അദ്ദേഹത്തിന്റെ അഭാവവുമായി ഇനിയും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിലെ താരപ്രചാരകയായിരുന്നു 41-കാരിയായ അച്ചു ഉമ്മൻ. കൃത്യമായ നിലപാടും കുറുക്കിക്കൊള്ളുന്ന പ്രസംഗങ്ങളും ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാർ പദവിയിലേക്ക് എത്താനും അച്ചുവിന് കഴിഞ്ഞിരുന്നു. 53 വർഷം ഉമ്മൻചാണ്ടി എന്ത് ചെയ്തുവെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയായാണ് ഉപതെരഞ്ഞെടുപ്പിലെ ചാണ്ടി ഉമ്മന്റെ വിജയമെന്നായിരുന്നു അച്ചുവിന്റെ പ്രതികരണം. പിതാവിനെ വേട്ടയാടിയവർക്കുള്ള മറുപടിയാണ് വിജയമെന്നും അവർ പറഞ്ഞതിനെ കേരളം അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത്. കുടുംബത്തിനെതിരെ ഉയർന്നു വന്ന എതിരാളികളുടെ നീചമായ പ്രചരണങ്ങളെ അങ്ങേയറ്റം മാന്യതയോടെ പ്രതിഷേധിച്ച അച്ചുവിന്റെ നിലപാടുകൾ രാഷ്ട്രീയ ശത്രുക്കളിൽ പോലും മതിപ്പുളവാക്കുന്നതായിരുന്നു. എന്നാൽ ഇതിനിടെ ചില സൈബർ പോരാളികൾ വൻ തോതിലാണ് അച്ചുവിനെതിരെ ആക്രമണം നടത്തിയത്. ധരിച്ച വസ്ത്രത്തിന്റെയും ചെരുപ്പിന്റെയും വില ഉൾപ്പെടെ സൈബർ പോരാളികൾ പിന്നെയും ആയുധമാക്കിയപ്പോൾ ധീരതയോടെ നിയമവഴി തേടി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ പാർട്ടി ഭാരവാഹി പോലുമോ അല്ലാത്ത ഒരാൾ തന്റെ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തുന്നത് അതുവരെ രാഷ്ട്രീയ കേരളത്തിന് അപരിചിതമായിരുന്നു. പിതാവിനെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഇടപാടുകളെല്ലാം സുതാര്യമാണെന്ന അച്ചുവിന്റെ സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ അവരെക്കുറിച്ച് മികച്ച ധാരണ സൃഷ്ടിക്കാനും കഴിഞ്ഞുവെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. അച്ചുവിന്റെ പൊതു സ്വീകാര്യത തിരഞ്ഞെടുപ്പിൽ പരമാവധി ഉപയോഗിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്.